ഞങ്ങൾ കോളേജിലെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഞാൻ ബ്ലഡ് ഛർദ്ദിച്ചിട്ട് ഇതേപോലെ നല്ല മർദ്ദിച്ചിട്ട് ഞാൻ എൻ്റെ മുടി മൊത്തം മുടിച്ചാഞ്ഞീനു. അന്ന് മുടിയേനും പിടിക്കുക, ഫുള്ള് മുടി ഞാൻ വെട്ടിക്കാഞ്ഞീനു. സഹിക്കാൻ പറ്റായിട്ട് മുടി ഉണ്ടായിട്ടാണ് മുടി പിടിക്കുന്നത്. മുടിയൊക്കെ ഞാൻ മുറിച്ചാഞ്ഞീനു. അങ്ങനെ ബ്ലഡ് ഛർദ്ദിച്ചിട്ട് എന്നെ കോളേജിൽ കൊണ്ടുപോയി. മദ്യപാനത്തിനടിമയായ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ച് ഒടുവിൽ അവിടെ നിന്നും രക്ഷപ്പെട്ട നസ്ജയാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. നസ്ജ, ഇന്നലെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒടുവിൽ തീരെ സഹിക്കാൻ പറ്റാതെയാണ് ഇന്നലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്ന് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? ഞാൻ മോക്ക് കടന്നൽ കുത്തിയിട്ട് 4 ദിവസമായിട്ട് കോളേജിലേനു, ICUലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കണ്ടിട്ട് നമ്മൾ ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുന്നത്. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നതിന് ശേഷം മൂപ്പര് വന്ന് 2-3 റൂമിൽ കയറി വന്ന് കിട്ടോ. എന്നപ്പോൾ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ആകുന്നില്ലെങ്കിൽ ക്ഷീണമാണെങ്കിൽ ഒന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു. നമ്മളെ കോളേജിൽ ഒരു ബെഡ്മ 2 പേരാണ്. നമുക്ക് ഇരിക്കാൻ നിൽക്കാനൊന്നും അവിടെ സ്ഥലമില്ല, 2 കൂട്ടരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്ര ക്ഷീണം പിടിച്ചാൽ ഞാൻ വരുന്നത്. അങ്ങനെ പറഞ്ഞു എന്നിട്ടൊന്നും കൂട്ടാക്കുന്നില്ല. ഉമ്മയായിട്ട് ഉമ്മ വലിയമ്മ ഉണ്ടായിരുന്നു ഒപ്പരം. അപ്പോൾ കൂട്ടാക്കുന്നില്ല, ഉമ്മയായിട്ട് വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞ് താഴെ പോയി മൂപ്പര് താഴെ പോയി ഇറങ്ങിപ്പോയി കയറി വന്ന് വാതിനൊരു ചവിട്ട് ഒറ്റ തുറക്കില്ല. എന്നപ്പോൾ എനിക്ക് അത്രയും ഉറക്കിൻ്റെ അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. മൂപ്പര് മുട്ടും കാല് വെച്ചിട്ട് ഊരമലി ഇങ്ങനെ അമർത്തിയിട്ട് തലമുടി മൊത്തത്തിൽ പിടിച്ചിട്ട്, കുറച്ചൊന്നുമല്ല മൊത്തം പിടിച്ചിട്ട് തൻ്റെ ഇവിടെയൊക്കെ ചോര വന്നു. ഇന്നലെ മുടി പറഞ്ഞു പോയിട്ട് അതിങ്ങനെ പിടിച്ച് വലിക്കുകയെന്ന്. അപ്പോൾ അടുത്ത ഉമ്മയും ഉപ്പയും വണ്ടി വന്ന് ഉമ്മച്ചിൻ്റെ അടിയത്തുണ്ട്. ഉമ്മച്ചിയൊക്കെ വിടുത്തി ഇങ്ങനെ പിന്മാറാൻ നോക്കിയിട്ടൊന്നും മുടി വിടുന്നില്ല. അടുത്ത ഉപ്പാനോട് 2 അടിയൊക്കെ കിട്ടിയേക്ക് വിടുന്നില്ല. പിന്നെ ഉമ്മച്ചി പിടിച്ച് മാറ്റിയപ്പോൾ ഉമ്മച്ചിനെ മാറ്റിയിട്ട് ഉമ്മച്ചിൻ്റെ മുട്ടിൻ്റെ ഇവിടെ ചുമരിന് കുത്തിയേക്ക്, കൈമന്ന് ചോര വന്നിക്ക്. പിന്നെ ആണെങ്കിൽ മറ്റേ നല്ലോണം ചെയ്തേക്ക്. അവിടെ മോള് ഇന്നത്തെ ചെയ്യുമ്പോൾ മോക്ക് സങ്കടമായിട്ട് മോളും പിടിച്ച് മാറ്റാൻ നോക്കിയിട്ട് ചെറുതും. പക്ഷെ മോക്കാണ് പറ്റിയത്. തലയിടിച്ചിട്ട് ഇന്നലെ നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുകയൊക്കെ ചെയ്തേക്ക്. അങ്ങനെ ഞാൻ താഴോട്ടേക്ക് വന്നും കണ്ടിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോഴേക്കും മൂപ്പര് കൊടുവാളും കത്തി കൊടുക്കാൻ അടുക്കളയിൽ കൂടുന്നു. കത്തിയെടുത്ത് വന്ന് റോഡ് മലയൊക്കെ ഇറങ്ങി. ഞാൻ മോളെയും വലിച്ച് ചെറുത് വന്നപ്പോഴേക്ക് ഉള്ളോട്ടായിപ്പോൾ എനിക്ക് കയറി പിന്നെ അവൻ എടുക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല. എൻ്റെ മൂത്ത മോൻ ഉറങ്ങിയും പോവുകയും ചെയ്ത്. ഞാൻ ഉമ്മനവിടെ പിടിച്ച ചിങ്ങൾ പോകണ്ടെന്ന്. അപ്പോൾ ഉമ്മനെ പിടിച്ച ഞാൻ പുരയൊക്കെ എന്നെ കയറുമെന്നാണ് മൂപ്പർ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ് ഞാൻ നിൽക്കൂലെന്നും പറഞ്ഞു കണ്ടിട്ട് ഞാൻ ഓടി. നടന്നതല്ല, ഓടിയത് തന്നെ. എനിക്കറിയാം ഇവർ എന്തായാലും വൈത്താലിനെ പിടിക്കാൻ വരുന്നുള്ള അറിയാം. നാട്ടുകാർ കഴിക്കുന്നത് നല്ല നാണക്കേടുണ്ട്. എന്ത് മദ്യപിച്ചാലും നമ്മൾ പെണ്ണുങ്ങൾ ഉറക്കം നാണക്കേടുള്ള ആളാണ്. അപ്പോൾ ഞാൻ മോളെയും കൊണ്ട് ഓടി അടത്തി. ഞാൻ എന്തായാലും വണ്ടീൻ്റെ മുന്നിൽ ചാടാനുള്ള കണ്ടീഷനിലാണ് പോകുന്നത്. അപ്പോൾ അമ്പതോളെത്തിയപ്പോൾ നമ്മൾ കുറച്ച് നാട്ടുകാരുണ്ട്. അങ്ങനെ ഓലാണ്. പിന്നെ എനിക്ക് തീരും വയ്യാണ്ടായിക്കുക. എനിക്കൊരു വെള്ളമൊക്കെ വാങ്ങി തന്ന് തല കറങ്ങുന്നു പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ആക്കിയ. എന്നാലും ഇഞ്ചക്ഷനൊക്കെ തന്ന് ഗ്ലൂക്കോസൊക്കെ കയറ്റി കുറച്ചവിടെ നിന്ന് പോന്നു. ഇത് ഒരാദ്യ അനുഭവമാണോ അല്ലെങ്കിൽ നിരന്തരം ഇങ്ങനെയാണോ? ആദ്യമായിട്ടൊന്നല്ല, ഇഷ്ടം പോലെ കഴിഞ്ഞിട്ട്. എൻ്റെ മുന്നേ തന്നെ തലേൻ്റെ കണ്ണൊന്നായിട്ട് കരിങ്ങിപ്പോയി. എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഇപ്പോൾ തൊട്ടാലും അതിൻ്റെ ഇവിടെ ഒരു പകുതിയാണ്. ചുമനിട്ട് കുത്തിയിട്ട് വാതിൻ്റെ വടക്ക് കുത്തിയിട്ട് ഇവിടെ എപ്പോഴും തൊട്ടാലറിയുക ഒരു ചതിങ്ങിയോണം. അങ്ങനെ നല്ലോണം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കോളേജിലെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഞാൻ ബ്ലഡ് ഛർദ്ദിച്ചിട്ട് ഇതേപോലെ നല്ല മർദ്ദിച്ചിട്ട് ഞാൻ എൻ്റെ മുടി മൊത്തം മുടിച്ചാഞ്ഞീനു. അന്ന് മുടിയേനും പിടിക്കുക, ഫുള്ള് മുടി ഞാൻ വെട്ടിക്കാഞ്ഞീനു. സഹിക്കാൻ പറ്റായിട്ട് മുടി ഉണ്ടായിട്ടാണ് മുടി പിടിക്കുന്നത്. മുടിയൊക്കെ ഞാൻ മുറിച്ചാഞ്ഞീനു. അങ്ങനെ ബ്ലഡ് ഛർദ്ദിച്ചിട്ട് എന്നെ കോളേജിൽ കൊണ്ടുപോയി. ഈ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു മർദ്ദനം, അതിൽ പോലീസിൽ ഏതെങ്കിലും തരത്തിൽ മുൻപ് പരാതി നൽകിയിരുന്നോ? ഇതുവരെ പരാതി നൽകിയില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ 2 വട്ടം എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിക്ക്, തെറ്റിപ്പോയിക്ക്. പക്ഷെങ്കിൽ അങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ നിന്നില്ല. പിന്നെ ഞാൻ പോകാൻ്റെ തൊട്ട് വെക്കൽ മൂപ്പര് വരൂ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ. പിന്നെ നമ്മളേക്ക് നല്ലോണം നിൽക്കാരും അറിയണ്ട. നമുക്ക് നമ്മളെ കുടുംബക്കാരും ഫ്രണ്ട്സുകളൊക്കെ അറിയുമ്പോൾ ചെറിയ ഇതാണല്ലോ. എന്നപ്പോൾ ഞാൻ അങ്ങനെ ക്ഷമിച്ച് നിൽക്കുക. ഞാൻ ഇവിടെ ഉമ്മാനോട് വലിയമ്മാനോട് ആർക്കും എൻ്റെ പോലത്തെ അവസ്ഥ അറിയില്ല. ഞാൻ പറയല്ല, താത്താനോട് മാത്രമേ ഞാൻ പറയുള്ളൂ. കെടുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങനെപ്പറാകുമ്പോഴാണ് പറയൽ, അല്ലാണ്ട് പറയല്ല. ഇതിപ്പോൾ ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ അത്രയും തളർന്നാണ് വന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ഒരു ദിവസമെങ്കിലും അത് നല്ലോണം ഒന്ന് കടന്നോട്ടെന്ന് ചിന്തിക്കണ്ടേ. അമ്മാതിരി അടി. നമുക്ക് നായ്ക്കളൊക്കെ തച്ചുവല്ലേ, അതേപോലെ നായ്ക്കളാണെങ്കിൽ ഒരു സാധനമാണല്ലോ ഇതുണ്ടാവും. അത്ര വരെ കാട്ടിയില്ല. നിലവിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? എന്താണ് പോലീസ്, എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ളൊരു നടപടികൾ എന്തൊക്കെയാണ്? കേസുമ തന്നെ പോകാനാണ്. കേസുമ പോലുമായിട്ട് നല്ലോണം നിൽക്കുക എന്നുള്ളത് ഞാൻ പറയുന്നില്ല. എനിക്ക് ഒഴിവാക്കി തന്നാൽ മതി, മൂപ്പരെ എനിക്ക് വേണമെന്നില്ല. അത്ര ഞാൻ സഹിച്ച് നിൽക്കുക. കൊണ്ട് കേസുമ തന്നെ പോയി. ഞങ്ങൾ പോവുകയാണ്, സ്റ്റേഷനിലേക്ക് പോവുകയാണ്, പോലീസ് വിളിച്ചിട്ട് പോവുകയാണ്. തീർച്ചയായും നസ്ജയ്ക്ക് നേരിടേണ്ടി വന്നത് വളരെ ഗുരുതരമായ അനുഭവങ്ങളാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഇനി ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നസ്ജ തീരുമാനിച്ചിരിക്കുന്നത്.
ക്യാമറ പേഴ്സൺ മുസ്താഖിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.